ഹായ് മക്കളെ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു കുഞ്ഞു പപ്പിക്കുട്ടിയുടെയും നമ്മളെപ്പോലെ തന്നെ ഒരു കുസൃതിയായിരിക്കുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയുടെയും ഒരു കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആ പാഠഭാഗം നല്ല സുന്ദരമായൊരു കഥയാണ്. ആ കഥ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. പാഠഭാഗത്തിൻ്റെ പേരാണ് ടോമി ഓർ മേം. ഓർ എന്ന് പറഞ്ഞാൽ കൂടെ, അതായത് ടോമി ഓർ മേം. ടോമി കൂടെ, മേം എന്നാലും ഞാൻ. അപ്പോൾ കൂടി പറയുമ്പോൾ എന്താണ്? ടോമി ഓർ മേം, ടോമിയും ഞാനും എന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കഥ. ആ കഥ ഏതാണ് നോക്കിക്കോളൂ. അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേരെന്താ? ടോമി ഓർ മേം അല്ലേ? ടോമി ഓർ മേം ആണ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എഴുതിയിരിക്കുന്നത് ആരാണ്? പ്രൊയിത്തി റായി. പ്രൊയിത്തി റായി ആണ്. റോയ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റോയി ആണത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടു ഒരു നല്ല ഒരു സുന്ദരി കുട്ടി നിൽക്കുന്നു അല്ലേ? ആ സുന്ദരിക്കുട്ടീൻ്റെ പേരാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്? മേം നീതൂഹും. മേം നീതൂഹും. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, നീതുഹും ആകുന്നു. അപ്പം മേം നീതുഹും, ഞാൻ നീതു ആകുന്നു. എൻ്റെ പേരെന്താണ്? മേം നീതുഹും, ഞാൻ നീതു ആകുന്നു എന്നാണ് ആ കുട്ടി അവിടെ പറയുന്നത്. ഓക്കെ, ഇനി നീതുവിൻ്റെ പ്രശ്നം എന്താ? നീതുവിൻ്റെ പ്രശ്നം ഒന്നുമില്ല. നീതു ഇങ്ങനെ നോക്കുക, അവിടെ കിടക്കണു അല്ലേ? പുതച്ച് കിടക്കുക. നല്ല തണുപ്പുള്ള ദിവസമാണ് അല്ലേ? പുറത്ത് നിലാവ് കാണുന്നുണ്ട്. ആ പുറത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ വരുന്നത്, ഒരു ലൈന് കാണുന്നില്ലേ നിങ്ങൾ? ചുവന്ന ലൈനിൽ കാണുന്നില്ലേ? അങ്ങനെ എന്തോ സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത് ആദ്യം നോക്കാം. വ സർദി ഓംകാരാത്തതി. വ സർദി ഓംകാരാത്തതി. സർദി എന്ന് പറഞ്ഞാൽ എന്താ? തണുപ്പുള്ള രാത്രിയായിരുന്നു അല്ലേ? അതുകൊണ്ട് ആണ് നമ്മളെ നീതു എന്ത് ചെയ്തിട്ടുള്ളത്? നല്ല പോലെ പുതച്ച് ഉറങ്ങുന്നത്. അങ്ങനെയാണ് ആ പുറത്ത് നിന്ന് നിലാവിൻ്റെ ആ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നിന്ന് എന്തോ നമ്മൾ പേടിച്ച് കാണ്ടൊക്കെ ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു ശബ്ദം കേൾക്കുന്നു. അത് കേട്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? താഴത്തെ പിക്ചർ നോക്ക്. താഴത്തെ പിക്ചർ ജനലിൻ്റെ ആ ഭാഗത്ത് കൂടെ വന്നിട്ട് അവൾ അതിൻ്റെ കൂടെ നോക്കുകയാണ്. നോക്കുമ്പോൾ താഴെ ഒരു കുഞ്ഞു പപ്പിക്കുട്ടി എന്ത് ചെയ്യുന്നു? അവിടെ ഇങ്ങനെ കിടക്കുന്നില്ലേ? അവിടെ കിടക്കുന്നത് അവൾ കാണുന്നു. അങ്ങനെ കണ്ടപ്പോൾ അവൾ എന്താ ചെയ്തത്? അവൾ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് ടോർച്ചൊക്കെ എടുത്ത് അവൾ എന്ത് ചെയ്തു? ആ പപ്പിക്കുട്ടീൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നിട്ടോ ടോർച്ച് അടിച്ച് നോക്കുന്നത് കാണുന്നില്ലേ? ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവളുടെ കുഞ്ഞു പപ്പിക്കുട്ടി ആകെ തണുത്ത് പ്രയാസപ്പെട്ട് കിടക്കുകയാണ് അവിടെ. അപ്പോൾ അവൾ അതിനെ എടുത്തുകൊണ്ട് ഒരു കൊട്ടയിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? അവളുടെ വീടിൻ്റെ ഉള്ളിലേക്ക്, വീടിനകത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിന് വേണ്ട വെള്ളം, അതേപോലെ തന്നെ വേണ്ട വസ്ത്രം, ഭക്ഷണം ഒക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞ് അല്ലേ, അവർ കുറച്ച് നേരമൊക്കെ കളിയൊക്കെ കളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ അവരുടെ വീടിൻ്റെ ഉള്ളിൽ അവളുടെ റൂമിൽ ആ കുഞ്ഞു പപ്പിക്കുട്ടിയെ എന്ത് ചെയ്യുന്നു? ഒരു കൊട്ടയിലാക്കിയിട്ട് അവൾ രണ്ടുപേരും അടുത്തടുത്തായിട്ട് ഉറങ്ങുകയാണ്. കാണുന്ന പിക്ചറൊക്കെ ഇല്ലേ? വളരെ ഭംഗിയായിട്ട് അവർ രണ്ടുപേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കാണുന്നില്ലേ? അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി, അതായത് രാത്രി ഒരു സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പപ്പിക്കുട്ടിക്ക് നോക്ക് നല്ല ചായയും വെള്ളവും ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുന്നില്ലേ അവിടെ? അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഉസേ, അവന്. ആരാണ് അവന്? ആ പപ്പിക്കുട്ടിക്ക് ചായക്ക് സാത്ത്, ചായയുടെ കൂടെ അല്ലെങ്കിൽ ചായയോടൊപ്പം, ചായയുടെ കൂടെ അതല്ലെങ്കിൽ ചായയോടൊപ്പം ബിസ്കുറ്റ് ഖാന. ബിസ്കുറ്റ് എന്ന് പറയുന്ന ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബിസ്ക്കറ്റ് ഖാന കഴിക്കുന്നത് ബഹുത്ത് പസന്ദത, വളരെ ഇഷ്ടമായിരുന്നു അല്ലേ? ഉസേ, അവന് ചായക്ക് സാത്ത്, ചായയുടെ കൂടെ ബിസ്കുറ്റ് ഖാന, ബിസ്ക്കറ്റ് കഴിക്കുന്നത് ബഹുത്ത് പസന്ദത, വലിയ ഇഷ്ടം ആയിരുന്നു. ഓക്കെ, എന്നിട്ട് അവർ കളിച്ചു. ഓക്കെ, ആ ഭക്ഷണമൊക്കെ കഴിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് കളിക്കുകയാണ്. ആരൊക്കെയാ? ടോമിയും അതുപോലെ തന്നെ, അതായത് നമ്മൾ പപ്പിക്കുട്ടിയാകുന്ന ടോമിയും അതുപോലെ നമ്മുടെ നീതുവും കൂടെ അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഓർ मेरे साथ खेलना, और मेरे साथ खेलना, और मेरे साथ. എന്നിട്ട് എൻ്റെ സാത്ത് കൂടെ ഗെയിലിന കളിച്ചു. എന്നിട്ട് എൻ്റെ കൂടെ എന്താക്കി? അവന് കളിച്ചു. എങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് നോക്കിയാൽ അവിടെ ഫാന് കണ്ടോ?
ഫാനിൻ്റെ ചോട്ടിൽ മലർന്ന് കിടക്കുന്നുണ്ട് അല്ലേ. അവിടെ എഴുതിയിരിക്കും ചെയ്തിരുന്നത് പങ്കേക്കെ നീജെ സോന, പങ്കേക്കെ നീജെ സോന, പങ്കയുടെ അത് പങ്ക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പങ്ക എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ നീജെ താഴെ സോന ഉറങ്ങുക, പങ്കേക്കെ നീജെ സോന ഫാനിൻ്റെ താഴെ ഉറങ്ങും. അപ്പോൾ അവർ ആ ചെടിയൊക്കെ വലിച്ച് കളിച്ചിട്ട് അതേമാതിരി തന്നെ ഒരുപാട് കുസൃത്തരങ്ങൾ കാണിച്ചിട്ട് അവർ കളിച്ചു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മേരെ സാത്ത് ഗേലിന, ആ പപ്പിക്കുട്ടിക്ക് നീതുവിൻ്റെ കൂടെ കളിക്കുന്ന വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, ആ ഫാനിൻ്റെ ചുവട്ടിൽ പോയിട്ട് എന്താക്കുന്നുണ്ട്, ഉഷാറായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അല്ലേ. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, പങ്കേക്ക് നീജെ സോന, പങ്കെ എന്ന് പറഞ്ഞാൽ ഫാന്, നീജെ എന്ന് പറഞ്ഞാൽ താഴെ, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പോൾ പങ്കേക്ക് പങ്കയുടെ, നീജെ സോന പങ്കയുടെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഉറങ്ങുന്നു. ഓക്കെ, ഇനി അടുത്ത പേജിൽ എന്താ ചെയ്യുന്നത് നോക്കുക. പിന്നീട് എന്താ ഉണ്ടായത്, ഓർ കിതാബ് പഠന അല്ലേ. അവന് കളിക്കുക മാത്രമല്ല ഉറങ്ങുക മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പുസ്തകം വായിക്കാനും തുടങ്ങി. പുസ്തകത്തിൻ്റെ വായനൻ്റെ രൂപം നോക്കിയേ, കടിച്ച് കീറിയാകെ അലങ്കോലാക്കി വെച്ചിരിക്കണു അല്ലേ. അപ്പോൾ മറ്റോള് നീതു എന്ത് ചെയ്യുന്നുണ്ട്, അവനോട് വാണിങ് കൊടുക്കുന്നുണ്ട്, അടി കിട്ടുട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വാണിങ് കൊടുക്കുകയാണ് അല്ലേ. കടിച്ച് കീറിക്കാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നില്ലേ. അതൊക്കെ കഴിഞ്ഞ്, അത് മാത്രമല്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒരുപാട് കളിച്ചു രണ്ടുപേരും, ഒരുപാട് പിന്നെയും ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോയപ്പം നീതുവിന് സ്കൂളിലേക്ക് പോകണം. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തുണ്ടായിട്ടുള്ള കാര്യം നോക്ക്. അവളിങ്ങനെ പുറത്ത് ആ ബസ്സിലിങ്ങനെ ഒരു ബസ് വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. ബസ് വന്ന് നിൽക്കുമ്പോൾ ആ ബസ്സിലെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ, നീതുവിൻ്റെ ഫ്രണ്ട്സൊക്കെ അവർ നമ്മൾ പപ്പിക്കുട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പപ്പിക്കുട്ടിക്ക് ഒരു കാര്യം ഇഷ്ടമല്ല. എന്താ അത് ഇഷ്ടമല്ലാത്തത്, ആ ഇഷ്ടമില്ലാത്ത കാര്യം അതാ പറയുന്നു. ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസെ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നെഹീം ലഗ്ത, ഉസെ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നെഹീം ലഗ്ത. ഉസെ എന്ന് പറഞ്ഞാൽ അവന്, മേര എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് ഇവിടെ, എനിക്ക് അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ ഞാൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻ്റെ എന്നാണെങ്കിൽ പോലും ബാഹർ ജാന പുറത്തേക്ക് പോകുന്നത്, ബിൽക്കുൽ ഒട്ടും തികച്ചും ഒരിത്തിരി പോലും, അച്ഛാ നെഹീം ലഗ്താദ, അച്ഛാ നെഹീം ലഗ്താദ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഉസേ അവന്, ആരാവന്, പപ്പിക്കുട്ടിക്ക്, മെരാ ബാഹർ ജാന ഞാൻ പുറത്തേക്ക് പോകുന്നത്, ബിൽക്കുൽ ഒട്ടും തന്നെ, അച്ഛാ നെഹീം ലഗ്താദ ഇഷ്ടമേ അല്ലായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമായിരുന്നില്ല. അവൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കയ്യൊക്കെ കാണിച്ച് ടാറ്റ ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ചങ്ങായിമാരൊക്കെ നോക്കുന്നുണ്ട്, പപ്പിക്കുട്ടനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പപ്പിക്കുട്ടീൻ്റെ ടാറ്റ കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നീതു എന്ത് ചെയ്തു, സ്കൂളിലേക്ക് പോയി. സ്കൂളൊക്കെ അങ്ങനെ കളിച്ച് കഴിഞ്ഞ് സ്കൂളിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് വന്നിട്ട് എന്താകുന്നുണ്ട്, രണ്ടുപേരും ഒരുമിക്കുന്നുണ്ട്. നോക്കുക, ഒരുമിക്കുന്ന രംഗത്തിൻ്റെ കാര്യം നോക്ക്, കണ്ടോ നിങ്ങൾ അല്ലേ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു, പപ്പിക്കുട്ടിയും നീതും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ പപ്പിക്കുട്ടീനെ കുറിച്ച് നീതു പറയാണ്, എന്താ പറയുന്നത്, ഹം ഞങ്ങൾ, ജബ് എപ്പോഴാണോ അല്ലേ, സാത്ത് ഹോത്തേ ഒരുമിച്ച് ഉള്ളത്, തോ അപ്പോൾ, ബഹുത്ത് വളരെയധികം, ഖുഷ് രഹത്തെ സന്തോഷമാണ്. എന്താ പറഞ്ഞത്, ഹം ജബ് സാത്ത് ഹോത്തേ ഞങ്ങൾ എപ്പോഴാണോ ഒപ്പം ഉണ്ടാകുന്നത്, ഒരുമിച്ചുണ്ടാകുന്നത്, അതായത് എൻ്റെ കൂടെ പപ്പിക്കുട്ടി ഉണ്ടാകുന്നത് എപ്പോഴാണോ, പപ്പിക്കുട്ടീൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുന്നത് എപ്പോഴാണോ, അപ്പം ഞങ്ങൾ രണ്ടുപേരും തോ ബഹുത്ത് വളരെയധികം, ഖുഷ് ഹോത്തെ അല്ലെങ്കിൽ ഖുഷ് രഹത്തെ സന്തോഷവാന്മാരാകുമായിരുന്നു അല്ലെങ്കിൽ ഹാപ്പി ആകുമായിരുന്നു. ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുമ്പോൾ ഞങ്ങളെപ്പോഴും എന്താണ്, ഹാപ്പിയാണ് എന്ന്. ഓക്കെ, അപ്പം ഈ ഭാഗം ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റുകൾ എന്തായാലും അറിയിക്കണം, ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ഉണ്ടാകും, ഇതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എവിടെയെങ്കിലും ഡൗട്ടുകളൊക്കെ വരുന്ന സമയത്തുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയുക. കമൻറ്റിലൂടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്, ടാറ്റ ബായ്.